റിവ്യൂസ് ഓഫ് ചിന്മയ്. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സാരി ഡ്രേപ്പിംഗ് വീഡിയോ ആയിട്ടാണോ. അപ്പൊ സാരി ഡ്രേപ്പിംഗ് എങ്ങനെയൊക്കെയാന്ന് കുറച്ചു പേർക്കൊക്കെ അറിയാം, എന്നാലും അറിയാത്ത ഒരുപാട് പേരുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ. അതുപോലെ തന്നെ ജൂനിയേഴ്സ് ഒക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി സാരി ഡ്രേപ്പിംഗ് വീഡിയോ ചെയ്യുക ഞങ്ങൾക്ക് കുറച്ച് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ ആ കുട്ടികൾക്കും കൂടി വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. ഓക്കെ ഗായ്സ്, അപ്പൊ എങ്ങനെയാണ് സാരി ഡ്രേപ്പ് ചെയ്യണത്, വളരെ ഈസി ആയിട്ട് ഡ്രേപ്പ് ചെയ്യണമെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മൊത്തം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ഞാൻ വീണ്ടും പറയാണ്, ഐ എം നോട്ട് എ പ്രൊഫഷണൽ സാരി ഡ്രേപ്പിസ്റ്റ്. ബിക്കോസ് ഈ ഒരു സാരി ഡ്രേപ്പിസ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷനായിട്ട് ഇപ്പോൾ ആൾക്കാർ എടുക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എൻ്റെ ഒരു ചെറിയ രീതിക്ക് എങ്ങനെയാണ് സാരി ഡ്രേപ്പ് ചെയ്യണമെന്ന് ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം കാണാൻ ശ്രമിക്കുക. ഹേലോ, അപ്പോൾ നമുക്ക് സാരി എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തല്ലോ. അതിന് മുന്നേ നമ്മളൊരു 3 കാര്യങ്ങൾ എടുത്തു വയ്ക്കുക. നമുക്ക് മെയിനായിട്ട് സേഫ്റ്റി പിൻ വേണം, അണ്ടർ സ്കേർട്ട് വേണം, ദെൻ ഒരു ഹീൽസ്. ഞാനിവിടെ ബ്ലോക്ക് ഹീൽസ് ആയിട്ട് എടുക്കുന്നത് എൻ്റെ കയ്യിലുള്ളത്. അത് എന്തിനാണെന്നറിയോ, കുറച്ച് ഹൈറ്റും കിട്ടും. അപ്പോൾ നമ്മൾ തട്ടി വീഴുക അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഉടുക്കുമ്പോഴാണെങ്കിലും കറക്റ്റ് ആ ഒരു ലെവലിൽ നമുക്ക് ഉടുക്കാൻ പറ്റും. സോ ലെറ്റ് സ്റ്റാർട്ട് ഡ്രേപ്പിംഗ്. അതിന് മുന്നേ അണ്ടർ സ്കേർട്ട് എങ്ങനെ ഇടണേന്ന് കേട്ടോ. അത് നമ്മുടെ ബെല്ലി ബട്ടൺ അല്ലേ, അതിനോട് ചേർത്ത് വേണം നമ്മൾ നല്ലോണം ടൈറ്റ് ചെയ്ത് കെട്ടുക. അത് നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് വേണം അതിനെ വള്ളി കെട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അണ്ടർ സ്കേർട്ടൊക്കെ നമ്മൾ നല്ലോണം ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ സാരി ഉടുക്കാം. ഞാനും ഈ സാരി വീഡിയോസൊക്കെ യൂട്യൂബിലെ ട്യൂട്ടോറിയൽസ് ഒക്കെ കണ്ടിട്ടാണ് എങ്ങനെ ഉടുക്കണേന്നൊക്കെ പഠിച്ചത്. അപ്പോൾ നിങ്ങൾക്കും ഇത് വളരെ സിമ്പിളായിട്ട് എടുക്കാവുന്നേ. വെറുതെ നമ്മൾ പാർലറിലൊന്നും കൊണ്ടുപോയി വെറുതെ പൈസയൊന്നും കളയണ്ട. ഇപ്പോൾ പിറ്റേ ദിവസം ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തലേ ദിവസമൊക്കെ ഡ്രൈപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. പിറ്റേ ദിവസം എടുത്താൽ കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു പ്ലെയിൻ ജോർജറ്റ സാരി എടുക്കുന്നത്. അതാണ് ഉടുത്ത് പഠിക്കാൻ കുറച്ചുകൂടി എളുപ്പം. ഇതെൻ്റെ ഫെയർവെൽ സാരി ആയിട്ട് തന്നെ ഫോളോ ചെയ്യുന്ന മിക്കവരും ഈ വീഡിയോയിൽ അല്ലെങ്കിൽ എൻ്റെ ചാനലിലൊക്കെ ഈ സാരി കണ്ടിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകവും പുറവും നോക്കിയിട്ട് വേണം കേട്ടോ. പിന്നെ നമ്മൾ റൈറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു റൗണ്ട് ചുറ്റുക. ദെൻ നമുക്ക് മര്യാദയ്ക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നോക്കണം. കാരണം നമുക്ക് ഈ സാരി എടുത്തേക്ക് നടക്കാനുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ബാലൻസ് പോർഷൻ ഞാൻ ഇവിടെ കുത്തി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കുറച്ചും കൂടി ബാലൻസ് ഉണ്ടാകും നമ്മുടെ മുന്താണി സെഷൻ. അത് നമ്മൾ കറക്കിയെടുക്കുക. അതിനുശേഷം നമ്മളത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലല്ലേ എപ്പോഴും നമ്മൾ പല്ലു വരാറ്, നമ്മൾ മുന്താണി ആ ഒരു സെഷൻ. ഇതിപ്പോൾ പ്ലെയിൻ ആയതുകൊണ്ട് മുന്താണീസ് ഒന്നുമില്ല. വർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ മെയിൻലി മുന്താണി എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ മുന്താണി നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് ഇടണം കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ലോണം അതിൽ ഫ്ലീറ്റ്സ് എടുക്കണവർക്ക് ഫ്ലീറ്റ്സ് എടുക്കാം. വാവ്, ഇതെൻ്റെ ഷോ ആണ് ഗൈസ്, പറ്റി ഷോ മൈൻഡ് ചെയ്യണ്ട. അങ്ങനെ ഞാനത് ഫ്ലീറ്റ് എടുക്കുക ചെയ്യുന്നത്. കാരണം എൻ്റെ ചെറിയ കൈയുള്ളതിൽ ഒഴുക്കിടാതിരിക്കുന്നതാണ് നല്ലത്. അതായത് ഡ്രൈപ്പ് ചെയ്യുന്നത് തന്നെ നല്ലത്. പിന്നെ നിങ്ങൾക്ക് ഫെയർവെല്ലിനൊക്കെയാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി ഫുൾ സ്ലീവ് ആയിട്ടുള്ള ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്യാം. പിന്നെ ഫെയർവെല്ലിന് കുറച്ചും കൂടി നല്ലത് ഞാൻ പറയുവാണെങ്കിൽ ഇതുപോലത്തെ സിൽക്ക് ആൻഡ് ജോർജറ്റ് സാരീസ് പ്ലെയിൻ കൊടുത്തിട്ട് ബ്ലൗസിന് വർക്ക് കൊടുക്കാം. അപ്പോൾ നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും വച്ചിട്ട് നല്ലോണം ഇതുപോലെ ഫ്ലീറ്റ്സ് എടുക്കാം കേട്ടോ. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് എടുത്തിട്ട് നമുക്ക് അവിടെ ഒരു പിന്ന് കുത്തി വയ്ക്കാം. കാരണം ഇത് അഴിഞ്ഞു പോയില്ല. മാക്സിമം എത്രത്തോളം പിന്ന് കുത്തുമോ അതൊക്കെ കുത്തി വയ്ക്കുക. ചാടിപ്പോയി ഗൈസ്. അങ്ങനെ പിന്നൊക്കെ കുത്തി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് ഇതൊക്കെ അഴിച്ച് കളയാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുത്തിയതിന് ശേഷം നമുക്കത് ലെഫ്റ്റിലേക്ക് കുത്തണം. അതായത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണല്ലോ മുന്താണി വരുന്നത്. സോ അതിന് മുന്നേ ഞാനിങ്ങനെ ഇപ്പോൾ നിങ്ങൾക്ക് ഒരാളുടെ ഹെൽപ്പ് വേണമെങ്കിൽ ചെയ്താൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഡോറിൻ്റെ മേളിലിട്ടിട്ട് നമുക്ക് ബാലൻസ് പോർഷൻ ഇല്ലേ നമ്മുടെ മുന്താണി, അത്യാവശ്യം ലെങ്ത് ഉണ്ടാവുമല്ലോ ബാക്കിലേക്കുള്ള പോർഷൻ, അത് നമുക്ക് ഇങ്ങനെ എടുക്കാൻ കുറച്ചും കൂടി അങ്ങനെ ഡോറിലേക്ക് വെച്ച് എളുപ്പമായിരിക്കും. അങ്ങനെ ഞാൻ ഇത് ലെഫ്റ്റിലേക്ക് ഇട്ടിട്ട് ബാക്കിയുള്ള സ്ഥലവും കൂടി പിന്നെ കുത്തും. അവിടെ കുറച്ചും കൂടി ലെങ്ത് ഉണ്ടല്ലോ, അത് കുത്തിയതിന് ശേഷം നമുക്ക് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കുത്തി വയ്ക്കാം. അപ്പോൾ നമുക്കിത് ബാലൻസ് പല്ലു പോർഷനും കൂടി ഇതുപോലെ പിന്നെ കുത്തിയെടുക്കുക. നമ്മൾ നേരത്തെ ഫ്ലീറ്റ് എടുത്തതിൻ്റെ താഴേക്ക് നല്ലോണം നമ്മൾ ഫ്ലീറ്റ് എടുക്കുക. നമ്മുടെ ലെങ്ത്തിനനുസരിച്ചിട്ട് അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും റൈറ്റ് ടു ലെഫ്റ്റ് ചെയ്ത് നല്ലോണം എടുത്ത് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ പിന്നെ ചെയ്യാം കേട്ടോ. അങ്ങനെ നമുക്ക് ഞാൻ പിന്നെ ചെയ്യാൻ പോകണം. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് പിന്നെ ചെയ്തിട്ട് ഇതെന്തായാലും അയക്കേണ്ടി വരും. പക്ഷെ ഇപ്പോൾ നമുക്ക് തൽക്കാലം പിന്നെ വയ്ക്കാം. അതിൻ്റെ നമുക്ക് ലാസ്റ്റ് ഒന്നുകൂടി അഴിച്ചിട്ട് ടൈറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് കുത്താം. അപ്പോൾ പിന്നെ കുത്തുമ്പോൾ എപ്പോഴും നമ്മൾ സാരിയുടെ ബാക്കിൽ നിന്ന് വേണം കുത്താൻ വേണ്ടി, അതായത് ബ്ലൗസിൻ്റെ ഉള്ളിൽ നിന്ന് വേണം കുത്താൻ വേണ്ടി. നമ്മൾ റൈറ്റ് ടു മേളിൽ നിന്ന് താഴേക്ക് വേണം കുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കത് കുത്താം. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് എങ്ങനെ കുത്തണേന്ന്. നിങ്ങൾക്ക് ഇപ്പോൾ ഒറ്റയ്ക്ക് കുത്താൻ പറ്റില്ലെങ്കിൽ യു ക്യാൻ ടേക്ക് എ ഹെൽപ്പ് ഫ്രം യുവർ മോം, അല്ലെങ്കിൽ ആരോടെങ്കിലും കുത്തിത്തരാൻ പറയാം. ഓക്കെ, അതിനുശേഷം നമുക്ക് ബാലൻസ് പോർഷനും കൂടി ഇതുപോലെ എടുത്തതിന് ശേഷം ബാക്കിലേക്ക് കൊണ്ടുവരാം. അത് കഴിഞ്ഞിട്ട് അതിലെ ബാക്കിലത്തെ പോർഷൻ ഇപ്പോൾ ഞാൻ വലിക്കുന്നത് കണ്ടോ, ആ സംഭവം നമ്മൾ ഇങ്ങനെ ബാക്കിലേക്ക് വലിച്ചിട്ട്
കൊണ്ടുവരിക, ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഇത്രയും ഒരു പോർഷൻ ഉണ്ടാവുമല്ലോ. ഇതാണ് നമ്മൾ ഫ്രണ്ടിൽ എപ്പോഴും സാരി എടുക്കുമ്പോൾ ഒരു ഫ്ലീറ്റ് കാണല്ലേ, അതാണ് ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ ഒരു പരിപാടി കഴിഞ്ഞിട്ട് ഒരു സ്റ്റെപ്പ് അങ്ങ് കഴിഞ്ഞിട്ടുണ്ട്. അതായത് ബാക്കിലേക്കുള്ള പല്ലു റെഡിയായപ്പോൾ തന്നെ അത്യാവശ്യം നല്ല സെറ്റായിട്ടുണ്ട്. ഇനി ഞാൻ ഈ ബാക്കിൽ നിന്ന് എടുക്കുന്ന സാധനം വലിച്ച് ടൈറ്റ് ചെയ്ത് ആ സംഭവം ഫ്രണ്ടിലേക്ക് ഇതുപോലെ വലിച്ചിട്ട് ഒരു പിന്ന് അവിടെ ഇങ്ങനെ കുത്തുക, ബെല്ലിയുടെ അവിടെ തന്നെ കുത്തുക. അത് കാണാത്ത പോലെ കുത്തുക, ചെറിയ പിന്ന് കുത്തിയാൽ മതി. ടൈറ്റ് ചെയ്ത് കുത്തണം, നല്ലോണം ടൈറ്റ് ചെയ്ത് കുത്തണം. അത് നമുക്ക് കുത്തിയതിന് ശേഷം നമുക്ക് നമ്മുടെ ഫ്രണ്ടിലത്തെ പോർഷൻസ് ഫ്ലീറ്റ് എടുത്ത് നല്ലോണം അതിനുള്ളിൽ ഫിക്സ് ചെയ്ത് വയ്ക്കാം. ബാലൻസ് ഈ ഒരു പോർഷനാണ് നമ്മൾ ഫ്ലീറ്റ് എടുക്കുന്നത്. അത് നമ്മുടെ പല്ലൂല് ഫ്ലീറ്റ് എടുത്തില്ലേ, അതുപോലെ തന്നെ നമ്മുടെ ഇതിൽ ഞാൻ എടുക്കുന്നത് നമ്മുടെ റൈറ്റ് ടു ലെഫ്റ്റ് എടുക്കാം കേട്ടോ. ഇങ്ങനെ ബാക്കിലേക്ക് ഫ്രണ്ടിലേക്ക് ചെയ്യാം. അത് നമ്മുടെ 2 വിരൽ വെച്ചിട്ട് വേണം ചെയ്യാൻ കണ്ടോ. ഇതുപോലെ എൻ്റെ ഒരു ചെറുവിരലും ചൂണ്ടുവിരലും വെച്ചിട്ട് ഇതുപോലെ നമ്മൾ റൈറ്റ് ടു ലെഫ്റ്റ് ഇങ്ങനെ എടുക്കുക. നമ്മുടെ അളവിൽ നമുക്ക് ഇഷ്ടമുള്ള അളവ് എടുക്കാം. ചെറുതായിട്ട് എടുക്കുന്നവരുണ്ട്, വലുതായിട്ട് എടുക്കുന്നത്. ഞാൻ ഒരു മീഡിയം അളവിൽ എടുക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് സെറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ ചെയ്തതിന് ശേഷം നമുക്കത് നമ്മുടെ നടുക്കേക്ക്, അതായത് ബെല്ലി പോർഷൻ്റെ ഉള്ളിലേക്ക് നല്ലോണം ഫിക്സ് ചെയ്ത് വയ്ക്കുക. കുറച്ച് വീർത്തിരിക്കാതിരിക്കാൻ സൂക്ഷിക്കുക. നല്ലോണം ഫ്ലാറ്റായിട്ട് വേണം ഉള്ളിലേക്ക് കുത്തി വയ്ക്കാൻ. ഫിക്സ് ചെയ്ത് ഉള്ളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ സെറ്റായി അവിടെ ഇരുന്നോളും, ഒന്നും പേടിക്കണ്ട. അപ്പോൾ അത് കുത്തുന്നതിന് മുന്നേ അവിടെ ഒരു പിന്ന് കുത്തി വയ്ക്കാം കേട്ടോ. അപ്പോൾ പിന്ന് കുത്തുമ്പോൾ അത് കറക്റ്റായിട്ട് അവിടെ ഇരുന്നോളും. പിന്നെ ആ സൈഡിൽ നിന്നുള്ള പോർഷൻസ് ഉണ്ടല്ലോ, അതാണ് നമ്മുടെ ഷേപ്പ് ഏരിയ. ഇപ്പോൾ ഞാൻ പിടിച്ചിരിക്കുന്ന സ്ഥലത്തിൻ്റെ താഴേക്കുള്ളതല്ലേ അത്. അപ്പോൾ ഇവിടെ ഞാനൊരു പിന്ന് കുത്തുന്നുണ്ട്. അത് കുത്തിയതിന് ശേഷം നമുക്ക് ബാലൻസും കൂടി ചെയ്യാം. ഈ ഒരു പോർഷനും കൂടി ഇങ്ങനെ വലിക്കുമ്പോൾ തന്നെ അവിടെ ഒരു ഇങ്ങനെ ഡിസൈൻ പോലെ വരുന്നുണ്ടില്ലേ. അപ്പോൾ നമ്മുടെ ആ ഫ്രണ്ട് ഫ്ലീറ്റ് പോർഷൻ ഇതിങ്ങനെ ടക്കിങ് ചെയ്ത് വയ്ക്കാം കേട്ടോ. നല്ലോണം ഫ്ലാറ്റായിട്ട് ടക്കിങ് ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊടുക്കാം അവിടെ. ഇങ്ങനെ നല്ലോണം നമ്മൾ ടക്കിങ് ചെയ്തതിന് ശേഷം നമുക്ക് ബാലൻസും കൂടി ഷേപ്പ് ചെയ്തെടുക്കാം. നമ്മുടെ ആ ഒരു ഷേപ്പ് പോലെ വന്നിട്ടില്ലേ നമ്മുടെ പല്ലു ഏരിയ, അതായത് നമ്മൾ ഫ്രണ്ടിലേക്ക് ഇട്ടിട്ടില്ല ലെഫ്റ്റ് സൈഡിൽ, അതിൻ്റെ ആ ഒരു ഫ്ലീറ്റിൽ നിന്ന് ബാക്കിലേക്ക് വലിച്ചു കൊടുത്ത് ഷേപ്പ് ചെയ്തെടുക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ഹെൽപ്പ് ഉണ്ടെങ്കിൽ ബാക്കിൽ നല്ലോണം ഷേപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയുള്ള എടുത്ത് നമ്മൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആ പല്ലൂല് ഞാൻ നേരത്തെ കുത്തിയ ആവശ്യമില്ലാത്ത പിന്നൊക്കെ ഊരിക്കളയുക. ഒരു പിന്ന് മതി, അതും ചെറിയൊരു പിന്ന് കാണാത്ത പോലെ കുത്തി വയ്ക്കുക. ഏറ്റവും അടിയിൽ ഞാൻ ആദ്യം കുത്തിയതൊക്കെ അത് അയച്ചു കളയുന്നുണ്ട്. അപ്പോൾ അത് ഏകദേശം നമ്മൾ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മുടെ പല്ലു പോർഷൻ അയച്ചിട്ട് ഒന്നും കൂടി നല്ല ടൈറ്റ് ചെയ്ത് വലിച്ചു കുത്തിക്കഴിഞ്ഞാൽ നമ്മുടെ സാരി ഉടുത്തിവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് നിങ്ങൾ കാണുമ്പോൾ കുറേ പോലെ തോന്നുമെങ്കിലും ഒരു 3 സ്റ്റെപ്പാണ് ഏകദേശം ഉള്ളൂ സാരി ഉടുക്കാനായിട്ട്. അതും നിങ്ങൾ തലേ ദിവസം ഡ്രൈപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ മോർണിംഗ് ഒക്കെ നിങ്ങൾക്ക് ഒരു ടീച്ചിങ് ഉള്ള ആളാണെങ്കിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഓഫീസിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉടുത്തെടുക്കാം കേട്ടോ. അതും ഈ ജോർജറ്റ ഷിഫോൺ പോലത്തെ സാരീസൊക്കെ ഫ്ലീറ്റ് വരാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ ഈ സിൽക്കും ബാക്കിയുള്ള സാരികളൊക്കെ കുറച്ച് പണിയാണ്. പക്ഷേ ഈ ഒരു സാരി നിങ്ങൾക്ക് പെട്ടെന്ന് ഉടുത്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളിനി ഞാനത് ബാക്കിലൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് കറക്റ്റ് ആയിട്ടില്ല, എന്നാലും നമുക്കത് നല്ലോണം ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളത് സാരിയൊക്കെ കൊടുത്ത് സെറ്റായിട്ടുണ്ട് ഗൈസ്. ഇങ്ങനെയുണ്ട്. അപ്പോൾ ആദ്യമേ ഞാൻ പറഞ്ഞോളൂ, എന്നെ പ്രൊഫഷണലിസം ഇതിൽ നോക്കരുത്. എൻ്റെ ഒരു രീതിക്ക് ഞാൻ സാരി ഇങ്ങനെയാണ് എടുക്കാറ്. അപ്പോൾ ഗൈസ് സെറ്റായിട്ടുണ്ട്. വണ്ടർഫുൾ ഗേൾ. സാരി എടുത്ത 2 പട്ടി ഷോ അത് മസ്റ്റാണ്. അപ്പോൾ ഇതെന്നെ പട്ടി ഷോ ആണ് ഗൈസ്, നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ പൊട്ട് തൊട്ട് കണ്ണെഴുതി സുന്ദരിയായിട്ട് വരാം, സുന്ദരിമണിയായിട്ട് വരാം ഗൈസ്. അപ്പോൾ ഇനി ഞാൻ കറങ്ങി വരാം. നോക്കിക്കോളൂ. വാവ്, ട്രാൻസിഷൻ. ടൺ 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 ടൺ. ഇനി മ്യൂസിക്കൊക്കെ ആയിട്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടിരിക്കുമോ. അപ്പോൾ എത്ര ഉള്ളോട്ട് ഇന്നത്തെ വീഡിയോ. ബൈ, ലവ് യു ഓൾ.